السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 157 عن عمرو بن شعيب رضي الله عنه عن أبيه عن جده رضي الله عنه قال قال رسول الله صلى الله عليه وسلم مروا أولادكم بالصلاة وهم أبناء 7 سنين واضربوهم عليها وهم أبناء 10 വഫർറിഖൂ ബൈനഹും ഫിൽ മളാജിഇ. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ 7 സിനീൻ. നിങ്ങളുടെ കുട്ടികൾ 7 വയസ്സ് പ്രായമാകുമ്പോൾ അവരോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കുക, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാത്തതിന്റെ മേൽ കുട്ടികളെ നിങ്ങൾ അടിക്കുക എന്ന് പറഞ്ഞാൽ, കുട്ടികൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ടും നിസ്കരിക്കാതെ ഉഴപ്പി നടക്കുമ്പോൾ അദബ് പഠിപ്പിക്കാൻ വേണ്ടി അവരെ അടിക്കണം. വഫർറിഖൂ ബൈനഹും ഫിൽ മളാജിഇ. അതോടൊപ്പം തന്നെ കിടപ്പറകളിൽ അവരെ വിട്ടുപിരിക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ വെവ്വേറെയാക്കി വേറെ വേറെ സ്ഥലം നൽകി കിടക്കാൻ അനുവദിക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ വളർത്തുമ്പോൾ കുട്ടികൾക്ക് ശീലിപ്പിക്കേണ്ട വിഷയങ്ങളാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക സംസ്കാരമുള്ളവരായി വളരാൻ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാകാൻ ചെറുപ്പത്തിലെ അവരതിന് ശീലിപ്പിക്കണം. 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണമെന്ന് പറയുന്നത് അവരെ നിർബന്ധിച്ചത് ചെയ്യിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. കാരണം കുട്ടികളുടെ മനസ്സ് പല വഴിക്ക് പോകും. ആ സമയത്ത് കൂടുതൽ പരിക്കുകളൊന്നുമില്ലാത്ത രൂപത്തിൽ അവരെ നന്മയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ അടിക്കാവുന്നതാണ്. അല്ലാതെ അടിച്ച് അവര് നാടുവിട്ട് തന്നെ പോകുന്ന രൂപത്തിലേക്കുള്ള അടിയൊന്നും അടിക്കേണ്ടതില്ല. അദബ് പഠിപ്പിക്കാൻ വേണ്ടി, അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതിനുവേണ്ടി അടിക്കേണ്ട സമയങ്ങളിൽ സാഹചര്യങ്ങൾ നോക്കി അടിക്കുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ കിടപ്പറകളിൽ അവരെ മാറ്റി മാറ്റി കിടത്തണം. കാരണം കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ എല്ലാവിധ വിഷയങ്ങളും, ലൈംഗികവും മറ്റുമൊക്കെയായ വിചാരങ്ങളൊക്കെ അവരോടൊപ്പം വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കിടപ്പറകളിൽ മാറ്റി കിടത്തണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. ഇവിടെ നബി തങ്ങൾ നൽകുന്നൊരു വലിയ സന്ദേശം, കുട്ടികൾ ചെറുപ്പത്തിലെ അവർക്ക് ശീലിപ്പിക്കുന്ന അവരുടെ ശീലങ്ങളാണ് വലുപ്പത്തിൽ അവരുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതും. അതുകൊണ്ട് കുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും കുട്ടികൾ അവരുടെ പരിസരത്ത് കാണുന്നത് ജീവിതത്തിൽ പകർത്താനാണ് ശ്രദ്ധിക്കാറുള്ളത്. അവരുടെ മുന്നിൽ കാണുന്നത് അവർ ജീവിതത്തിലേക്ക് പകർത്തും. തന്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അവർ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ കോപ്പിയടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പരിസരത്ത് അവർ കാണുന്നതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നവരാണ് കുട്ടികൾ. അതാണ് കുട്ടികളുടെ മനഃശാസ്ത്രം. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ മക്കൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾ അവര് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും അതേപോലെ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ചെറിയ വടിയെടുത്ത് തെങ്ങിലും മരങ്ങളിലുമൊക്കെ അടിച്ച്, എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ വരാത്തത്, എന്താ പഠിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് മരങ്ങളെയും ചുമരുകളെയും ഒക്കെ അടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ചെറിയ പെൺകുട്ടികൾ അവർ ചിരട്ട എടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്, കുറച്ച് പെൺകുട്ടികളൊക്കെ കൂടിയിരുന്ന് ചിരട്ടകൾ വെച്ച് പാത്രങ്ങൾ വെച്ചും അടുപ്പൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കുന്നത് പാകം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അതേപോലെ ചെറിയ ഈ ടോയ്സ് കൊണ്ട് കളിക്കുന്ന പാവക്കുട്ടികൾ കൊണ്ട് മറ്റുമൊക്കെ മുലപ്പാൽ കൊടുക്കുന്നത്, ചെറിയ പെൺകുട്ടികൾ പാവക്കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അവരുടെ പരിസരത്ത് കാണുന്നത് ജീവിതത്തിലേക്ക് പകർത്തലാണ്. മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും അധ്യാപകർ കുട്ടികളെ അടിക്കുന്നത് കാണുമ്പോൾ അത് അവർ അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തുന്നു. അത് തെങ്ങിലും മറ്റിലുമൊക്കെയായി അവർ അടിക്കുന്നു. അതേപോലെ തന്നെ വീട്ടിൽ ഉമ്മമാര് ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ട് വളരുന്ന പെൺകുട്ടികൾ അവർ ചിരട്ടയെടുത്ത്
അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ എടുത്ത് അവർ ഭക്ഷണം ഉണ്ടാക്കി പഠിക്കുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് മുല കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് കാണുമ്പോൾ അവർ ചെറിയ പാവക്കുട്ടികൾക്ക് മുല കൊടുത്ത് ശീലിക്കുന്നു. ഇങ്ങനെ കുട്ടികളുടെ മനഃശാസ്ത്രം അവരുടെ പരിസരത്ത് കാണുന്നത് ജീവിതത്തിലേക്ക് പകർത്തലാണ്. ഇവിടെ വളരെ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ ടിവിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സിനിമയും അതേപോലെയുള്ള അശ്ലീല കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് സിനിമകൾ കാണുമ്പോൾ ഈ സിനിമയിലുള്ളത് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തും കുട്ടികൾ. കാരണം അവരുടെ പ്രായം അതാണ്. അവർ പരിസരത്ത് കാണുന്നത് പകർത്താൻ ശ്രമിക്കുന്നവരാണ്. പ്രേമം പ്രമേയമായി വരുന്നതും അതേപോലെ തന്നെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ ആണല്ലോ ഇന്ന് സിനിമയിൽ ഉള്ളത്. അത്തരം കാര്യങ്ങൾ അവരുടെ മുമ്പിൽ അവർ കാണുമ്പോൾ ജീവിതത്തിലേക്ക് അവർ പകർത്തും. അങ്ങനെയാണ് ഒളിച്ചോട്ടവും പ്രേമവും അതേപോലെ തന്നെ അശ്ലീലതയിലേക്കുള്ള എടുത്തുചാട്ടവും ഒക്കെ നമ്മുടെ മക്കളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ചുറ്റുപാടുകൾ ഇസ്ലാമികമാക്കുക, മലീമസമായ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തമാക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ വിജയിക്കുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.